അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ്. നാളെ തിങ്കളാഴ്ച പകൽ അതിശ്രേഷ്ഠമായ ദിക്റുകളും സ്വലാത്തുകളും ഇൻഷാ അള്ളാഹ് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പറയാം. അള്ളാഹു തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. ദിക്റിൻ്റെ മജ്ലിസിനെ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ. ആദ്യമായി നമ്മൾ പറയുന്നത് സ്വർഗത്തെ ചോദിക്കുന്നു. സ്വർഗത്തെ മാത്രമല്ല, സ്വർഗത്തിൽ കടക്കാനുള്ള എല്ലാ വാതിലുകളും തുറന്നു തരണേ എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ഇൻഷാ അള്ളാഹ് സ്വർഗത്തെ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ചോദിക്കാം. അള്ളാഹു നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബൽ ജന്ന, അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബൽ ജന്ന, അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബൽ ജന്ന, اللهم افتح لي أبواب الجنة، 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 اللهم افتح لي أبواب الجنة. ഇനി പറയുന്നത് ഒരു മുസ്ലിമായ വ്യക്തി അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കേണ്ട ഒരു ആയുധമായ ഒരു ദിക്റാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ഖുർആൻ ആയത്തുമാണ്. എല്ലാവിധത്തിലുള്ള ആപത്തുകളെ തൊട്ടും അള്ളാഹുവിൻ്റെ വലിയ സംരക്ഷണം കിട്ടാൻ ഈ ഒരു വാചകം നമ്മൾ മുറുകെ പിടിക്കുക. എപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം പറയുക. വലിയ പ്രതിഫലമുള്ള ഒരു ദിക്റാണ്, ഒരു ആയത്താണ്. ഏതാണത്? സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, 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 സലാമുൻ قولا من رب الرحيم، سلام 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 قولا من رب
റബ്ബിർ റഹീം സലാമുൻ ഖൗലം മിർ 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 റബ്ബിർ റഹീം. സ്വർഗത്തിന്റെ അവകാശികൾ, സ്വർഗത്തിൽ കടന്ന ആളുകൾ അള്ളാഹുവിനോട് പറയുന്ന 3 വാക്കുകളുണ്ട്. സ്വർഗത്തിന്റെ അവകാശികൾ അള്ളാഹുവിനെ കാണുമ്പോൾ പറയുന്ന വചനങ്ങളാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരുകയും അതുപോലെ സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടാനുള്ള വലിയ മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല നിയ്യത്തോടുകൂടി എല്ലാവരും ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് പറയുക. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കടലിൻ്റെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും അല്ലാഹു തആല ആ പാപങ്ങൾ പുറത്തു നൽകുന്ന അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ദിക്റാണ്. ഈ ദിക്ർ പറയുമ്പോൾ ഓരോ ദിക്ർ പറയുമ്പോഴും ഓരോ അക്ഷരങ്ങൾ നമ്മൾ മൊഴിയുമ്പോഴും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ മഗ്ഫിറത്ത് കിട്ടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിക്റാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ
وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير ഇത് നമ്മൾ പറയുന്നത് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ മാത്രമല്ല, ഇസ്തിഗ്ഫാറിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. വമ്പൻ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ ദിക്റാണ് ഇസ്തിഗ്ഫാർ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം من كل ذنب وأتوب إليه أستغفر الله العظيم 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 من كل ذنب وأتوب إليه
അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടണം. ഈ രണ്ട് ഗുണങ്ങളും ചേർന്നിട്ടുള്ള ഒരു ദിക്റാണ്, ഒരു ഖുർആനിക ആയത്താണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദിക്റാൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇനി പറയാൻ പോകുന്നത് പരിശുദ്ധമായ റമളാനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ദിക്റാണ്. അത് റമളാനിലേക്ക് സ്പെഷ്യലായിട്ടുള്ള ദിക്റല്ല, എല്ലാ ദിവസവും നമ്മൾ പറയേണ്ട ദിക്റാണ്. 4 കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഏതാണ് ആ ദിക്ർ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവേ നീയല്ലാതെ മറ്റാരുമില്ല. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണം. അസ്അലുക്കൽ ജന്ന, ഞാൻ സ്വർഗത്തെ ചോദിക്കുന്നു. വ അഊദു ബിക മിനന്നാർ, നരകമോചനം ചോദിക്കുന്നു. 4 കാര്യങ്ങളാണ് ഒറ്റ ദിക്റിലൂടെ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹുവിനോട് പറയുന്നത്. എല്ലാവരും ഒന്നിച്ച് ചൊല്ലുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഇനി പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിത്യമായി എപ്പോഴും പറഞ്ഞിരുന്ന ഒരു ദിക്റാണ്. സ്വഹാബിമാരോട് പറയാൻ നിർദ്ദേശിച്ച ദിക്റാണ്. പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ നിത്യമാക്കേണ്ട ഒരു ദിക്ർ കൂടിയാണ്. വമ്പൻ നേട്ടങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടുന്ന, മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരം തൂങ്ങുന്ന ഒരു ദിക്റാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 അല്ലാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു ദിക്റാണ് ഇനി പറയാൻ പോകുന്നത്. 99 രോഗങ്ങൾക്ക് ശിഫ കിട്ടുന്ന ഒരു അത്ഭുതം നിറഞ്ഞ ഒരു ദിക്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് പറയുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം.
لا حول ولا قوة إلا بالله العلي العظيم 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 ഇനി നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മ്, അള്ളാഹുവിൻ്റെ പേരുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്മുൽ ആളം, ഉന്നതമായ പേരാണെന്ന് മഹാന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു ഇസ്മാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇത് മുറുകെ പിടിച്ചാൽ, ഇത് നിത്യമായി പറഞ്ഞാൽ ഒരുപാട് നമ്മൾ അറിയാതെ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആ തരത്തിൽ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ഇസ്മാണ്, അള്ളാഹുവിൻ്റെ പേരാണ് നമ്മൾ പറയാൻ പോകുന്നത്. യാദൽ ജലാലി വൽ ഇക്റാം يا ذا الجلال والإكرام 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 يا ذا الجلال والإكرام. അതുപോലെ തന്നെ നമ്മളെല്ലാവരും നിത്യമായി പറയുന്ന ഒരുപാട് ഉമ്മമാർ
ഈ ഒരു അള്ളാഹുവിൻ്റെ ഇസ്മു പറഞ്ഞിട്ട് ഒരുപാട് നേട്ടങ്ങൾ കിട്ടി എന്ന് കമൻറ്റിലൂടെയും അല്ലാതെ നേരിട്ടുമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇസ്മാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഈ ഇസ്മു നമ്മൾ നിത്യമാക്കി കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹു തആല മരിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നമ്മുടെ സ്ഥാനം അല്ലാഹു കാണിച്ചു തരും. അത്രമാത്രം വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ഇസ്മാണ്, അല്ലാഹുവിൻ്റെ പേരാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. യാ ലത്തീഫു യാ അല്ലാഹ്, 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 യാ ലത്തീഫു യാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ ഈ 99 പേരുകളിൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പേരാണ് യാ ബസീറു യാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ആ ഒരു അള്ളാഹുവിൻ്റെ പേരാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. യാ ബസീറു യാ അല്ലാഹ്, 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 യാ ബസീറു
ബസീറു യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ മറ്റൊരു പേരാണ് യാ സമീഉ യാ അല്ലാഹ്, കേൾക്കുന്നവനെ. എല്ലാ ശബ്ദവും എല്ലാ കാര്യവും കേൾക്കും. നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലും അള്ളാഹു അറിയുന്നു, കേൾക്കുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് കേൾക്കുന്നവനെ എന്ന അള്ളാഹുവിൻ്റെ യാ സമീഉ യാ അല്ലാഹ് 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 യാ സമീഉ യാ അല്ലാഹ്. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു സ്വലാത്താണ്. നമുക്കറിയാവുന്ന സ്വലാത്താണ് അദദ് സ്വലാത്ത്. ഈ അദദ് സ്വലാത്തിൻ്റെ കൂലി എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എന്തെല്ലാം ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ടോ ആ സൃഷ്ടിച്ച വസ്തുക്കളുടെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹുവേ മുത്തായ റസൂലിനും അവിടുത്തെ കുടുംബത്തിനും നീ ഐശ്വര്യവും സമാധാനവും ഖൈറും കൊടുക്കണേ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്രമാത്രം വമ്പൻ കൂലിയാൻ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കൂലി കിട്ടുന്ന ഒരു സ്വലാത്ത് പറഞ്ഞാൽ തന്നെ വമ്പൻ പ്രതിഫലങ്ങൾ കിട്ടുന്ന ഒരു സ്വലാത്താണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്.
الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله ഇനി നമ്മൾ പറയുന്നത് സാധാരണ നമ്മൾ ചൊല്ലുന്ന സ്വലാത്താണ്. സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ള സ്വലാത്താണ്. നമ്മുടെ ചെറിയ മക്കൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എപ്പോഴും പറയാൻ പറ്റിയ ഒരു സ്വലാത്താണ്. ഈ ഒരു സ്വലാത്ത് പറയുമ്പോൾ 10 നന്മകൾ അല്ലാഹു എഴുതും, 10 ദറജകൾ അല്ലാഹു ഉയർത്തും, 10 പാപങ്ങൾ അല്ലാഹു തആല പുറത്തു നൽകും. ഇങ്ങനെ ഒരുപാട് വമ്പൻ കൂലികളാണ് അല്ലാഹു ഈ ഒരു സ്വലാത്തിന് വെച്ചിട്ടുള്ളത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم അല്ലാഹു തആല നമ്മുടെ ഈ സ്വലാത്തിൻ്റെ ഈ ഒരു തസ്ബീഹുകളുടെ ഈ ഒരു ദിക്റിൻ്റെ മജ്ലിസിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിവിടെ കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതല്ലാതെ ഒരുപാട് ദിക്റുകളും ഒരുപാട് സ്വലാത്തുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അറിയാവുന്നതൊക്കെ നിങ്ങൾ റിപ്പീറ്റായി പല പ്രാവശ്യം പറയുക. അല്ലാഹു തആല നമ്മുടെ ഈ സ്വലാത്തിൻ്റെ ഈ ദിക്റിൻ്റെ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ചെറിയൊരു ദുആ നടത്തി നമ്മുടെ സദസ്സ് പിരിയുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർഹമുറാഹിമീനായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ അല്ലാഹ്.
അള്ളാഹുവെ സ്വലാത്ത് പറഞ്ഞ മജ്ലിസാണ്, ദിക്റുകൾ പറഞ്ഞ മജ്ലിസാണ്, നല്ല കാര്യങ്ങൾ സംസാരിച്ച മജ്ലിസാണ്. നീ ഖബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും തെറ്റുകളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. എന്തെല്ലാം അബദ്ധങ്ങളുണ്ടോ എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗ്ഗം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ. മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ക്യാൻസർ വന്നവരുണ്ട്, വയറിന് പ്രശ്നമുള്ളവരുണ്ട്, അള്ളാഹുവെ ശാരീരികമായ മാനസികമായ പ്രയാസങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ശിഫാവും നീ നൽകണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, വാഹനമില്ലാത്തവരുണ്ട്. റഹ്മാനെ, എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളിൽ നീ സ്വലാഹിയത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട്, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, ഗർഭിണികളായ ഉമ്മമാരുണ്ട്, സുഖപ്രസവം കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, വീട് പണി നീ എളുപ്പത്തിൽ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവൻ, ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ കുടുംബാദികളിൽ എല്ലാത്തിലും നീ ബറക്കത്തും ഖൈറും നൽകണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങളെ നീ മാറ്റിത്തരണേ അല്ലാ. ഒരുപാട് പേര് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമന്റുകൾ രേഖപ്പെടുത്തുന്നവരുണ്ട്. റഹ്മാനെ, അവരുടെയും ഞങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നീ പരിഹാരം നൽകണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ജീവിതത്തിൽ നീ സലാമത്ത് നൽകണേ അല്ലാ. പ്രവാസികളായ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ട്, ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ, കുടുംബാദികളിൽ, അതുപോലെ അവരുടെ തൊഴിലുകളിൽ നീ ഖൈറും സലാമത്തും നൽകണേ അല്ലാ. അള്ളാഹുവെ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട്, അതുപോലെ പകർച്ചവ്യാധികളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേ അല്ലാ. പനികൾ പടർന്നു പിടിക്കുന്ന കാലമാണ്, എല്ലാവിധ അസുഖങ്ങളെ തൊട്ടും കാക്കണേ റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ ഭരണാധികാരിയുടെ ഉപദ്രവങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ചെയ്ത നന്മകൾ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.